ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. നമുക്കറിയാം, ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ത്രിത്വത്തോടുള്ള കൂട്ടായ്മയിൽ വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് സാത്താന്റെ അസൂയയിലൂടെ അവർ പുറത്താക്കപ്പെടുകയും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിലാക്കുവാനുള്ള തുറവി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നീട് ദൈവം അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരെ ദൈവത്തെ സ്വതന്ത്രമായി സ്നേഹിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു. പല പല ഘട്ടങ്ങളിലൂടെ അവരെ കൊണ്ടുവന്ന് ദൈവമാണ് ഏക കർത്താവെന്ന് മനസ്സിലാക്കി അവരെ തന്നോട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് തിരികെ ഐക്യപ്പെടുത്താനുള്ള അവരുടെ ബുദ്ധിയുടെ തുറവി, മനസ്സിന്റെ തുറവി എല്ലാം ഒരുക്കുകയായിരുന്നു. ഇതാണ് സമയത്തിന്റെ പൂർണ്ണതയിൽ ഈശോ പ്രഘോഷിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നിയോഗിക്കുക. ദൈവരാജ്യം ഈ ലോകത്തിൽ അന്ന് വരെ നിഴലിട്ട് കൊണ്ടിരുന്ന തിന്മയുടെ രാജ്യത്തോടുള്ള സംസർഗത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമായ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് തിരികെ വരണം എന്ന് ഈശോ പ്രഘോഷിക്കാൻ വേണ്ടി അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഇന്നും വചനപ്രഘോഷണത്തിലൂടെ സഭയുടെ പ്രബോധനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവൻ നമ്മളെയും മാമുദീസ വഴിയായി ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഇത് തന്നെയാണ്. സാത്താന്റെ കൂട്ടായ്മയോടല്ല, മറിച്ച് ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ഒന്നാവുകയും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ നിത്യജീവൻ നമ്മൾ തിരികെ നേടിയെടുക്കും എന്ന് പ്രഘോഷിക്കാൻ നമ്മളെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ സഹോദരരോട് സംസാരിക്കാൻ പരിശുദ്ധ മാമുദീസ വഴി അവൻ നമ്മളെ കടമയുള്ളവരാക്കുകയാണ്.